കോറോ ഹെൽത്ത് എന്ന IT സ്ഥാപനം കൊച്ചിയിലും കോഴിക്കോടുമായി ഒരു സുപ്രഭാതത്തിൽ 700 IT ജീവനക്കാർ അഥവാ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ IT തൊഴിലാളികളെ നിയമവിരുദ്ധമായി പിരിച്ചുവിട്ടതിനെ സംബന്ധിച്ച് സർക്കാർ ഇടപെടലുണ്ടായിരിക്കുകയാണ്. അത് കേട്ടപ്പോഴാണ് ഒരു കാര്യം ആലോചിച്ചു പോകുന്നത്. അധികാരത്തിന് വരുന്നതിന് മുന്നോടിയായിട്ട് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഡയലോഗ് 10 മിനിറ്റ് കൊണ്ട് ആ പ്രശ്നം പരിഹരിക്കും. വെറും 10 മിനിറ്റ് കൊണ്ട് ഏത് പ്രതിസന്ധിയുള്ള പ്രശ്നം പരിഹരിക്കുന്ന ഒരു മുഖ്യനാണ് നമുക്കുണ്ടായിരുന്നത്. അങ്ങനെയുള്ള മുഖ്യൻ അധികാരത്തിൽ വന്നതിന് ശേഷം ഒരു കമ്പനി കേരളത്തിനകത്ത് നടത്തിയ ഈ തൊഴിലാളി വിരുദ്ധ പ്രവർത്തനത്തോട് എന്താണ് സർക്കാരിന്റെ ഒരു അയഞ്ഞ നിലപാടെന്ന് കേട്ടെ. കോറോ ഹെൽത്തിലെ കൂട്ട പിരിച്ചുവിടലിൽ കമ്പനിയുമായി അനുനയത്തിന് ശ്രമിച്ച സംസ്ഥാന സർക്കാർ. എന്നാൽ പിരിച്ചുവിടൽ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കമ്പനി. നാളെ ലേബർ കമ്മീഷനുമായി നടക്കേണ്ട ചർച്ചയിൽ കമ്പനി അധികൃതർ പങ്കെടുക്കില്ല എന്നാണ് സൂചന. കേട്ടല്ലോ, ഇന്നലകളിൽ ഈ നാട്ടിലെ ചെറുപ്പക്കാരെല്ലാം എന്തുകൊണ്ട് പോകുന്നു, ഈ നാട്ടിൽ തൊഴിൽ സ്ഥിരത ഇല്ല എന്നൊക്കെ പറഞ്ഞു നടന്നവർ ഒരു കമ്പനി തൊഴിലാളി പാർട്ടിയല്ല മുതലാളി പാർട്ടി വന്നപ്പോൾ അവർക്ക് അതിന് ധൈര്യം വന്നു. ഒരു കുഴപ്പമില്ല, 700 പേരെയൊക്കെ പിരിച്ചുവിടാം, കേന്ദ്രത്തിന്റെ ലേബർ ബിൽ പാസ്സായിട്ടുണ്ടല്ലോ. അന്ന് പോലും IT തൊഴിലാളികളായി പിരിച്ചുവിടൽ നേരിടുന്നവർ ഇതിനെതിരെ ഒന്ന് പ്രതികരിക്കാൻ പോലും തയ്യാറായിട്ടില്ല. ആ ലേബർ കോഡിനെതിരെ ഈ നാട്ടിൽ ഒരു പണിമുടക്ക് സമരം ഉണ്ടായിരുന്നു. നിങ്ങൾ അറിഞ്ഞിരുന്നോ? അറിയില്ല. കാര്യം നിങ്ങൾ ടെക്കികളായിരുന്നു. നിങ്ങൾ അവിടുത്തെ IT ജീവനക്കാർ എന്ന ഓമന പേരിലും അല്ലെങ്കിൽ എംപ്ലോയീസ് എന്ന ഓമന പേരിട്ട് വിളിച്ചിരുന്നു. തൊഴിലാളികൾ എന്ന് പറഞ്ഞാൽ മുതലാളിക്ക് കീഴിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ എന്നല്ല, നിങ്ങളെ മാധ്യമങ്ങളിലൂടെ ഓമന പേരിട്ട് വിളിച്ച് അതിന്റെ മറവിലിരുന്ന് ചൂഷണം ചെയ്യുക എന്നുള്ളതാണ് ലക്ഷ്യം. കാര്യം ഒരു കാരണവശാലും തൊഴിലാളികൾ എന്ന് പറഞ്ഞാൽ അവർ സംഘടിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ജീവനക്കാർ, ടെക്കികൾ തുടങ്ങിയ ഓമന പേരുകളിലൂടെ അവരെ ചൂഷണം ചെയ്തതാണ്. തൊഴിലാളി സർക്കാർ ഈ നാട്ടിൽ അധികാരത്തിൽ നിന്ന് പോയി. അപ്പോൾ ദേ വന്നു മുതലാളി സർക്കാർ. മുതലാളി സർക്കാർ വന്നാൽ സ്വാഭാവികമായിട്ടും അവർക്ക് ആരുടെ വേദനയ്ക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ്? മുതലാളിമാരുടെ. ഇപ്പോ കണ്ടില്ലേ വിഴിഞ്ഞം പോർട്ട്. ഈ നാടിന്റെ താല്പര്യങ്ങളെക്കാൾ എന്താണ് അദാനി മുതലാളിക്ക് വേണ്ടത് അത് ചെയ്തു കൊടുക്കുന്ന പൂക്കി മുഖ്യൻ. ഇക്കാര്യത്തിലും അവർ അനുനയത്തിന് ശ്രമിക്കുകയാണ്. എന്ത് അനുനയം? ശക്തമായ നിയമ നടപടികളാണ് ആ സ്ഥാപനത്തിന്റെ ഓണർക്കെതിരെ എടുക്കേണ്ടത്. ഒരു മുന്നറിയിപ്പുമില്ലാതെ തൊഴിൽ ചട്ടങ്ങൾ മുഴുവൻ കാറ്റിൽ പറത്തിക്കൊണ്ട് ഈ നാട്ടിൽ ഇങ്ങനെ ചെയ്യാമെന്ന ഒരു ധൈര്യം പൊടുന്നനെ എങ്ങനെയായിരിക്കും ആ കമ്പനിയുടെ ഓണർക്ക് വന്നിട്ടുണ്ടാവുക? അദാനി മുതലാളി സ്വന്തം ഷെയർ വിദേശ കമ്പനിക്ക് വിൽക്കാനുള്ള ധൈര്യം 2500 കോടി മാത്രം വിഴിഞ്ഞം പദ്ധതിയിൽ ഇൻവെസ്റ്റ് ചെയ്ത അദാനി മുതലാളി അയാളുടെ ഷെയർ 13,000 കോടിക്ക് ഈ സർക്കാർ അറിയാതെ വിൽക്കാൻ തീരുമാനിച്ചത് പോലും എന്തിന്റെ അടിസ്ഥാനത്തിലെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. എന്തായാലും സർക്കാർ തലത്തിൽ തൊഴിൽ വകുപ്പിന്റെ നേതൃത്വത്തിൽ ശക്തമായ നിയമ നടപടികൾ ആ കമ്പനിയുടെ അധികൃതർക്കെതിരെ ഉണ്ടാകണം, അല്ലെങ്കിൽ അതിന്റെ മുതലാളിക്കെതിരെ ഉണ്ടാകണം. ഈ മാനേജ്മെന്റ് എന്നൊക്കെ ഉള്ള ഓമന പേരിനപ്പുറം മുതലാളി എന്നുള്ള വാക്കാണ് അവിടെ കൃത്യം. ഇനിയെങ്കിലും നിങ്ങൾ ഈ ഇംഗ്ലീഷ് ഓമന പേരുകളിൽ അഭിരമിച്ച് നടക്കാതെ റിയാലിറ്റിയെ കുറിച്ചൊന്ന് ചിന്തിക്കൂ എന്ന് IT ജീവനക്കാർ എന്ന് കരുതി അല്ലെങ്കിൽ ടെക്കികൾ എന്ന് സ്വയം ധരിച്ച് ഇവിടത്തെ സാധാരണക്കാരായിട്ടുള്ള തൊഴിലെടുക്കുന്നവരാണ് നിങ്ങൾ എന്നുള്ള മനോഭാവത്തിലേക്ക്, റിയാലിറ്റിയിലേക്ക് വന്നാൽ നിങ്ങൾക്ക് സ്വയം സംഘടിച്ച് ഒരു പരിധിവരെ പ്രതിരോധിക്കാൻ പറ്റും. എന്തുകൊണ്ടാണ് ഈ തൊഴിൽ മേഖലകളിലെല്ലാം യൂണിയനുകൾ വേണ്ട എന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ അടിമകളെയാണ് വേണ്ടത്, അല്ലാതെ അവകാശങ്ങൾ ചോദിക്കുന്നവനെയല്ല. അങ്ങനെയുള്ളവരാക്കി മാറ്റുന്ന ആ പ്രവർത്തനത്തിന് വിദഗ്ധമായി ചില സർക്കാരുകൾ കൂടി കൂട്ടുനിൽക്കുന്നുണ്ട്. കാര്യം അവർക്ക് വേണ്ടത് തൊഴിലാളികളായിട്ടുള്ള തൊഴിലെടുക്കുന്ന നിങ്ങളെയല്ല, പണമുള്ള മുതലാളിമാരെയാണെന്ന് തിരിച്ചറിഞ്ഞോളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വിഷയമുണ്ടായിട്ടും ആ വിഷയത്തിൽ 10 മിനിറ്റ് കൊണ്ട് പ്രശ്നം തീർക്കാൻ കഴിവുള്ള ഒരു വ്യക്തി, പലപ്പോഴും നാവ് കൊണ്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞ വ്യക്തിക്ക് ഇത്രയും വലിയൊരു തൊഴിൽ പ്രതിസന്ധി വന്നിട്ട് അവിടെ 1 ഇഞ്ച് ഇടപെടാതെ മാറി നിൽക്കുന്ന അവസ്ഥ വരുന്നത്. അതുകൊണ്ട് ഇനിയെങ്കിലും അവശേഷിക്കുന്ന IT തൊഴിലാളികൾ ആ വാക്ക് നിങ്ങൾ ആദ്യം അഡ്മിറ്റ് ചെയ്യുക. അതൊരു മോശമാണല്ലോ. ഈ നാട്ടിലെ കൂലിപ്പണിക്കാരനാണ് തൊഴിലാളികൾ എന്ന് വിചാരിക്കുന്ന നിങ്ങളെ ആ മനോഭാവത്തിലേക്ക് മാറ്റുന്ന ബിസിനസ് തന്ത്രത്തെയും നിങ്ങളുടെ അവകാശങ്ങളെ ചോദിക്കാനുള്ള യൂണിയനുകൾ വേണ്ട എന്നവർ നിർബന്ധം പിടിക്കുന്നതിന്റെ പിന്നിലെ ഉദ്ദേശം എന്താണെന്ന് ഒന്ന് ചിന്തിക്കാവുന്ന അവസരം കൂടിയാണ്. ഒരു സർക്കാർ ആ വിഷയത്തിൽ എടുക്കുന്ന നടപടികൾ അനുനയം എന്ന വാക്കിലേക്ക് പോകുമ്പോൾ പോലും എന്താണ് അവർക്ക് ഈ 700 പേരുടെ ജീവിതങ്ങളെക്കാൾ വലുതാണോ ഒരു കമ്പനി എന്ന് വളരെ കൃത്യമായി ചോദിക്കാൻ കഴിയുന്നില്ല എന്നുകൂടി രാഷ്ട്രീയത്തെ വല്ലാതെ വെറുക്കുന്ന, രാഷ്ട്രീയം വേണ്ട, എന്തിനാണ് രാഷ്ട്രീയം എന്ന് ചോദിക്കുന്ന, എന്നാൽ സ്വന്തം അവകാശം നഷ്ടപ്പെട്ടപ്പോ ഇപ്പോ ആര് ചോദിക്കും എന്നുള്ള ഒരു ചോദ്യചിഹ്നം നിങ്ങളുടെ മുന്നിൽ വരുമ്പോൾ അവിടങ്ങളിലെങ്കിലും ഒക്കെ മനസ്സിലാക്കുക, അവിടെയാണ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, രാഷ്ട്രീയ പാർട്ടികൾ, യൂണിയനുകളൊക്കെ ഏത് തരത്തിലാണ് നമ്മുടെ ചില പ്രതിസന്ധികളിൽ സഹായമാകുന്നു എന്ന് നിങ്ങളുടെ അനുഭവത്തിൽ നിന്ന് ഇപ്പോൾ മനസ്സിലാകും.